സ്ട്രോ ഹാറ്റ് പൈററ്റ്സിന് അറ്റാക്ക് ഓൺ ടൈറ്റൻസിലെ ടൈറ്റൻസിന്റെ പവേഴ്സ് കിട്ടിയാൽ എങ്ങനെയിരിക്കും? ഈ വീഡിയോയിൽ നമുക്ക് ഫ്രാങ്കിക്ക് ഏത് ടൈറ്റന്റെ പവർ ആയിരിക്കും കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഫ്രാങ്കിക്ക് ഞാൻ കൊടുത്തത് ആർമർ ടൈറ്റന്റെ പവറാണ്. സോ ഫ്രാങ്കിക്ക് ആർമർ ടൈറ്റന്റെ പവർ കിട്ടിയാൽ പുള്ളി ഏകദേശം ഇതുപോലെ ഇരിക്കും. ആർമർ ടൈറ്റന്റെ മെയിൻ പവർ അതിന്റെ ഡിഫൻസും അതിന്റെ ബോഡി മൊത്തം കവർ ചെയ്തിരിക്കുന്ന ആർമർ പ്ലേറ്റിംഗും ആണ്. നമ്മൾ ഫ്രാങ്കിനെ നോക്കുകയാണെങ്കിൽ ഫ്രാങ്കിന്റെ ബോഡിന്റെ ഭൂരിഭാഗവും ആർമറാണ്. അതുകൊണ്ട് തന്നെ സ്ട്രോ ഹാറ്റ് പൈററ്റ്സിലെ ടാങ്ക് ആണ് ഫ്രാങ്കി. ആർമർ ടൈറ്റന്റെ മറ്റൊരു പവർ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് എത്ര വേണമെങ്കിലും അടി കൊള്ളാൻ പറ്റും. അറ്റാക്ക് ഓൺ ടൈറ്റൻസിൽ ഏറ്റവും കൂടുതൽ അടി കൊണ്ട ടൈറ്റൻ ആർമർ ടൈറ്റൻ ആണ്. നമ്മൾ ഫ്രാങ്കി വേഴ്സസ് സെന്യൂർ പിങ്ക് ഫൈറ്റ് നോക്കുകയാണെങ്കിൽ ഫ്രാങ്കിക്കും ഇതുപോലെ എത്ര വേണമെങ്കിലും അടി കൊള്ളാനുള്ള പവർ ഉണ്ട്. സോ ഡ്യൂറബിലിറ്റിന്റെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഓൾമോസ്റ്റ് സെയിം ആണ്. രണ്ടുപേരും എത്രമാത്രം ഡാമേജ് കിട്ടിയാലും അവർ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഫ്രാങ്കിക്ക് ആർമർ ടൈറ്റന്റെ പവർ കൊടുത്തത്. പോരാത്തതിന് ഫ്രാങ്കിനെ അയൺ മാൻ ഫ്രാങ്കി എന്നാണ് വൺ പീസ് യൂണിവേഴ്സിൽ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രാങ്കി അറ്റാക്ക് ഓൺ ടൈറ്റൻ യൂണിവേഴ്സിൽ എത്തുവാണെങ്കിൽ പുള്ളിക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്യൂട്ട് ചെയ്യുന്ന പവർ ആർമർ ടൈറ്റന്റെ പവറാണ്. അടുത്ത വീഡിയോയിൽ ഏത് സ്ട്രോ ഹാറ്റിനെയാണ് ഞാൻ ടൈറ്റൻ ആക്കി മാറ്റേണ്ടതെന്ന് താഴെ കമന്റ് ചെയ്യുക.